ജേക്കബ് ജോർജ്, എൻ ശ്രീകുമാർ നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണല്ലോ. അവിടെ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞത, അതിൽ കോൺഗ്രസ് വിജയിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ മാർക്ക് കൊടുക്കേണ്ടത് വി.ഡി. സതീശനുമാണ്. അദ്ദേഹത്തിന്റെ തന്ത്രമാണ് വിജയിച്ചത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് തോൽവി സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും വി.ഡി. സതീശനിലാണ് വന്ന് ഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഏത് തന്ത്രവും അദ്ദേഹം അവിടെ ആവിഷ്കരിക്കും. അതിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിജയമായി ബി.ജെ.പിയുടെ ഒരു മുഖത്തെ കോൺഗ്രസ് പാളയത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് സംശയമുണ്ടോ ഇക്കാര്യത്തിൽ? അല്ല, ഞാൻ ഈ കാര്യത്തിലെ ശ്രീകുമാർ പറഞ്ഞതിനോട് യോജിക്കുന്നു. രാഷ്ട്രീയമായി, തന്ത്രപരമായി തീർച്ചയായിട്ടും അത് കോൺഗ്രസിന്റെ വിജയം തന്നെയാണ്, സംശയമില്ല. ബി.ജെ.പിക്ക് ഈ തെരഞ്ഞെടുപ്പ് മുഖത്തേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയും കൂടെയാണ്. അവരുടെ പ്രധാനപ്പെട്ട മുഖമാണ്. ടെലിവിഷൻ ചർച്ചകളിൽ വൈകുന്നേരം നമ്മളോടൊപ്പം ഇരുന്ന് പങ്കെടുക്കുന്ന, എന്നെയൊക്കെ ചീത്ത വിളിച്ചിട്ടുള്ള ഒരാളാണ് സന്ദീപ് വാര്യർ. അത് ശരിയാണ്, ശ്രീകുമാറും കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ ഭാഷണം. പക്ഷെ സന്ദീപ് വാര്യർ ബി.ജെ.പിക്ക് പറ്റിയ ആളായിരുന്നു. ബി.ജെ.പിയുടെ RSSന്റെ അകത്തുകൂടി വളർന്ന ഒരു തനത് ബി.ജെ.പി നേതാവ്. അങ്ങനെ ഒരാളെ കോൺഗ്രസ് വി.ഡി. സതീശനും കൂട്ടിനും തട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞാല് കേരളത്തിൽ എന്ന് മാത്രമല്ല, അത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ ആകാവുന്ന ഒരു വിഷയമാണ്, സംശയമില്ല. ഇവിടെ ഇപ്പൊ നാളെ സന്ദീപ് വാര്യർ എന്ത് നേടും, എന്ത് സ്ഥാനം കോൺഗ്രസിന് കൊടുക്കും? കോൺഗ്രസ് അധികാരമില്ലാതെ നിൽക്കുന്ന, രണ്ടാം തവണയും പ്രതിപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷിയാണ്. കേൾക്കാമോ? പറഞ്ഞോളൂ. കേൾക്കാം. ഹലോ, കേൾക്കാം ജേക്കബ് ജോർജ്, പറഞ്ഞോളൂ. രണ്ടാമതും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ്, തീർച്ചയായിട്ടും കോൺഗ്രസിൽ പോയാൽ എന്ത് കിട്ടും എന്നൊരു ചോദ്യമുണ്ട്, സ്വാഭാവികമാണ്. ഇവിടെ പക്ഷേ സന്ദീപ് വാര്യർക്ക് ബി.ജെ.പി രക്ഷയില്ലായിരുന്നു മഞ്ജുഷ്. സന്ദീപ് വാര്യർക്കെതിരെ മാത്രമല്ല, ബി.ജെ.പിക്ക് അകത്ത് നടക്കുന്ന, കേരളത്തിൽ ഇതുവരെയും ഭരണം കിട്ടാത്ത, ഭരണത്തിന്റെ അടുത്തെങ്ങും എത്താത്ത, ഒരു പടി പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത, പ്രത്യേകിച്ച് പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റിലെ തെരഞ്ഞെടുപ്പിൽ മുഖത്ത് നിൽക്കുമ്പോൾ പോലും ഗ്രൂപ്പ് വഴക്ക് നടത്തുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിനകത്ത് നിന്ന് ഒരാളെ അടർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ് കഴിഞ്ഞു. അവിടെയും പടലപ്പണക്കമായിട്ട് നിൽക്കുകയാണ് ബി.ജെ.പിക്കകത്തെ നേതാക്കന്മാർ. ഞാൻ അവരുടെ ഒന്നും പേര് പറയുന്നില്ല. ഞാൻ വ്യക്തമായിട്ട് എനിക്കറിയാം, സന്ദീപ് വാര്യർക്കെതിരെ ഒരു വലിയ വാരിക്കുഴി അവിടെ രൂപം കൊണ്ടിരുന്നു അദ്ദേഹത്തെ കൊടുക്കാൻ. ഞാൻ ഉദാഹരണം പറയട്ടെ, BL സന്തോഷ്. അദ്ദേഹം കേരളത്തിൽ ബി.ജെ.പിയുടെ ഒരു പ്രഭാരിയായിട്ട് വന്ന സമയത്ത് സന്ദീപ് വാര്യരെയും ശോഭാ സുരേന്ദ്രനെയും ഒക്കെ ഒന്ന് ഒതുക്കിയതാണ്. പക്ഷെ പിന്നീട് പ്രകാശ് ജാവ്ദേക്കർ വന്നപ്പോൾ അവരെ വീണ്ടും തിരിച്ച് പാർട്ടിയുമായിട്ട് ഒത്തുതീർപ്പിൽ എത്തിച്ചു. കെ സുരേന്ദ്രൻ സന്ദീപ് വാര്യരെ ചേർത്ത് പിടിച്ചു കൊണ്ട് നടന്നു. ഈ കഴിഞ്ഞ വയനാട് തെരഞ്ഞെടുപ്പിന്റെ ആരംഭഘട്ടത്തിൽ വയനാട്ടിൽ കൊണ്ടുപോയി, പിന്നെ പാലക്കാട്ട് കൊണ്ടുവന്നു. അപ്പോൾ വീണ്ടും സുരേന്ദ്രനോടൊപ്പമുള്ള ചില പ്രമുഖ നേതാക്കന്മാരാണ് സന്ദീപ് വാര്യർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. ഇങ്ങേരെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് സുരേന്ദ്രന്റെ മേൽ സമ്മർദ്ദം മുറുക്കി മഞ്ജുഷ്. അതാണ് ബി.ജെ.പി. എങ്ങനെ ചെയ്യും? ഈ മനുഷ്യന്മാർ ചുറ്റും എതിരാളികൾ പാർട്ടിക്കകത്ത് സ്വന്തം പടക്കളത്തിൽ നിന്നാൽ ഒരാൾക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും? ഇതൊക്കെ കോൺഗ്രസിലും പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. പക്ഷെ അവിടെ ബി.ജെ.പിയിൽ നിന്ന് അറിയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കെ സുരേന്ദ്രൻ തന്നെ ഒരിക്കൽ ഈ വക്താവ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയതാണല്ലോ. ചാനൽ ചർച്ചകളിലെ പാനലിസ്റ്റ് സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റിയിരുന്നു. ആരെ? സന്ദീപ് വാര്യരെ. പക്ഷെ അതിനുശേഷം തിരിച്ചു കൊണ്ടുവന്നതും ഇതേ കെ സുരേന്ദ്രനാണ്. അതേ ആൾക്കെതിരെയാണ് ഇപ്പോൾ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നതും. സുരേന്ദ്രന്റെ ഏകാധിപത്യം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ സഹായിച്ച ആൾ തന്നെയാണ് കെ സുരേന്ദ്രൻ. അപ്പോൾ ഒരു കാരണം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു സന്ദീപ് വാര്യർ ചെയ്തത്. അല്ല, സുരേന്ദ്രനെ ചാനൽ ചർച്ചകളിൽ നിന്ന് മാറ്റുന്നത് സുരേന്ദ്രനാണ്. ചാനൽ ചർച്ചകളിൽ നിന്ന് സന്ദീപ് വാര്യർ. താങ്കളുടെ ഓഡിയോയിൽ ചില പ്രശ്നമുണ്ട്, ഞാൻ താങ്കളിലേക്ക് വരാം.